എനിക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മിസ് എന്നെ നോക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ അഭിഷേക് ഞാൻ എങ്ങനെ തന്നെ ജയിപ്പിക്കും? നിങ്ങൾ രാവിലെ എണ്ണിച്ചാൽ 12 മണി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബ്രോ ഇതിൻ്റെ സീക്രട്ട്. നിങ്ങൾ ഇതുപോലുള്ള റീൽസിന്, ഷോർട്സിന് നിങ്ങളുടെ മൈൻഡ് അടിമകളാണ്. അഭിഷേക് വിഷമിക്കണ്ട, ഇതൊക്കെ സംഭവിക്കും, നിന്നെക്കൊണ്ട് അല്ലെങ്കിൽ പറ്റത്തൊന്നുമില്ല. അവൻ എന്നോട് അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, എൻ്റെ +1 കെമിസ്ട്രി ലാബ് എക്സാമിന് ഞാൻ മിസ്സിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നില്ലോ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റാൻ വേണ്ടി. എനിക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മിസ് എന്നെ നോക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ അഭിഷേക് ഞാൻ എങ്ങനെ തന്നെ ജയിപ്പിക്കും? ഇമാജിൻ ദിസ് ബ്രോ, ആ പെയിൻ, ആ ഇൻസൾട്ട്, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, ഒരു വക അറിയത്തില്ല. മിസ്സ് തന്ന ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് എന്തൊക്കെയാണ് നമ്മൾ തന്നെത്താൻ ഇങ്ങനെ പോയി എടുക്കണം. ആ ഡ്രോയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫോമുലയെന്നൊക്കെ തന്നെത്താൻ പോയി എടുക്കണം. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം നോക്കുമ്പോൾ അവരെല്ലാം ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഇത് കിട്ടി മിസ്സേ അടുത്തേന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഞാനിങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ വരണ്ട് ഓരോരുത്തരോട് ചോദിക്കുക, എടാ ഇത് ഇങ്ങനെയാണോ, എടാ എന്താ ഇങ്ങനെ ചോദിക്കുക. ആ പെയിൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഓക്കെ, പക്ഷേ ഞാൻ ഒരിക്കലും മിസ്സിനെ കുറ്റം പറയത്തില്ല, ഞാൻ ഒരിക്കലും എൻ്റെ കൂട്ടുകാരെ കുറ്റം പറയത്തില്ല. കാരണം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കിടന്നത് 1 മണിക്കാണ്. ഞാൻ ഇങ്ങനെ ഫോണിൽ റീൽ ഇങ്ങനെ കണ്ട് ഒരു റാറ്റായിട്ട് കണ്ണിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്ത്, ഒരു കാര്യം ചെയ്ത ഡിപ്രസ്ഡ് ആയിട്ട്, എന്ത് ലാബൊക്കെ ഇല്ലേ, നമുക്ക് എങ്ങനെയും ജയിക്കാം, മിസ് ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ആ സമയത്ത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണൊക്കെ അറിയാം, പക്ഷേ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ, ഹാബിറ്റ് ഇല്ലാതെ, കറക്റ്റായിട്ട് ആഹാരം കഴിക്കാതെ, ഈവൻ കറക്റ്റായിട്ട് ഉറങ്ങാതെ ഡിപ്രസ്ഡ് ആയിട്ട് ഞാനിരുന്ന ടൈമാണ് ബ്രോ അത്. പക്ഷേ ആ ഡേ എന്നെ മാറ്റി. കാരണം അന്ന് ഞാൻ അനുഭവിച്ച ഇൻസൾട്ട്, നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല, നമ്മളിങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ആൾക്കാരുടെ ഇടയിൽ നമ്മളിങ്ങനെ പെട്ടിരിക്കുന്നു. അന്ന് ആ മിസ് എന്നെ ജയിപ്പിച്ചു. അത് എത്ര എന്നെ പറഞ്ഞാലും ആ മിസ് എന്നെ ജയിപ്പിച്ചു. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്സിൻ്റെ ലാബ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഫസ്റ്റായിട്ട് ഞാനാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇങ്ങനെ വേറെ സാറൊക്കെ വന്നിട്ടുണ്ടിരിക്കുന്നു, ഫസ്റ്റായിട്ട് എനിക്ക് ഒപ്പ് കിട്ടി. അന്ന് 4 ദിവസം എന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം എന്താ പറയുക, ഞങ്ങളിങ്ങനെ കെമിസ്ട്രി എക്സാം ഒക്കെ കഴിഞ്ഞ് വെളിയിരുന്നപ്പം എല്ലാവരും അറിഞ്ഞല്ലോ ഞാനിങ്ങനെ നാണം കെട്ട് മിസ് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞു. ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും, കണ്ണൊക്കെ ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്താ പറ്റി, എന്താ ഇങ്ങനെ ഇതാവുന്നത്, ഞാൻ എന്താ ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ട്. അപ്പോൾ എന്നോട് ഫ്രണ്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിഷേക് വിഷമിക്കണ്ട, ഇതൊക്കെ സംഭവിക്കും, നിന്നെക്കൊണ്ട് അല്ലെങ്കിലും പറ്റത്തൊന്നുമില്ല. അവൻ എന്നോട് അത് പറഞ്ഞപ്പോൾ സംതിങ്. ആ കെമിസ്ട്രി എക്സാമിന് ഞാൻ അന്ന് തീരുമാനിച്ച കാര്യമാണ്, ഫിസിക്സിൻ്റെ എക്സാം ഞാൻ വിൻ ചെയ്യും. അന്നൊരു സ്പെഷ്യൽ കാര്യം കൂടെ സംഭവിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഷാനു എന്നാണ്. അവന് ഇച്ചിരി സ്പെഷ്യൽ എബിലിറ്റി ഉള്ളവൻ, ഇങ്ങനെ എഴുതാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ അവൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, പക്ഷേ ഇതും കൂടെ ഇവൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് ഞാൻ വലിയ കാര്യമായിട്ടോ ഞാൻ പഠിപ്പിക്കുകയാണ് അങ്ങനൊന്നും അല്ല ബ്രോ. ആ ഇൻസൾട്ടിൽ നിന്നും, ആ പെയിനിൽ നിന്നും, ആ റാറ്റ് ഹോളിൽ നിന്നും, ആ കരഞ്ഞ് വിഷമിച്ചിരുന്ന ആ സിറ്റുവേഷനിൽ നിന്നും എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ ഹാബിറ്റ്സ് കാരണമാണ്, എൻ്റെ മോർണിംഗ് റുട്ടീൻസ് കാരണമാണ്. നിങ്ങളിപ്പോൾ സാഡായിട്ട്, ലേസി ആയിട്ട്, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഒരു കാര്യത്തിന് പോലും ഇരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കൊരു മോർണിംഗ് റുട്ടീൻ ഇല്ല എന്നതാണ്. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ രാവിലെ എണ്ണിക്കുന്നു, സ്ക്രോൾ ചെയ്ത് തുടങ്ങുന്നു, നെഗറ്റീവ് ന്യൂസ്, വല്ല പെണ്ണുങ്ങളും തുള്ളുന്നത്, ആരെങ്കിലും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലവന്മാരെ കഞ്ചാവിന് പിടിക്കുന്നത്, ഇതൊക്കെയാണ് നിങ്ങളുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ, ഐ ഫീൽ സാഡ് ഫോർ യു. ഞാൻ നിങ്ങളോട് റിയലി പറയുന്നു, ഐ ഫീൽ സാഡ് ഫോർ യു. പുച്ഛം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ അവസ്ഥ, ആ പെയിൻ, നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ, അതെനിക്കറിയാം. കാരണം ഞാൻ ആ സിറ്റുവേഷനിൽ പെട്ടിരുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂട്ടോ ഇങ്ങനെ ഗിങ് എന്തെങ്കിലും ഗിമിക്ക് പറഞ്ഞിട്ട് നിങ്ങളിവിടെ പിടിച്ചെടുത്താനോ വേണ്ടി ഞാൻ ഒരു കാര്യവും പറയാറുമില്ല, ചെയ്യാറുമില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുകയും നമ്മളിവിടെ ചെയ്യുകയും ചെയ്യുന്നത്. ഫുള്ളി ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തന്നെ, എല്ലാ യൂട്യൂബർ, സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന യൂട്യൂബർമാരുണ്ടല്ലോ, ഇവന്മാരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പൊട്ടത്തരമുണ്ട്. നിങ്ങൾക്ക് മോർണിംഗ് റുട്ടീൻ വേണമെങ്കിൽ നിങ്ങൾ രാവിലെ 5 മണിക്ക് എണ്ണിക്കണം. ഓക്കെ, 5 മണിക്ക് എണ്ണിക്കുന്നത് നല്ലതാണ്, എനിക്ക് പറയാം, ഞാൻ ചില ദിവസങ്ങളിൽ എണ്ണിക്കാറുണ്ട്. ബട്ട് അതല്ല ബ്രോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നറിയാം? സേ ഇറ്റ് വിത്ത് മീ. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ ഇന്ന് രാത്രി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി തൊട്ട് എങ്ങനെ മോർണിംഗ്? അതെ, ഇന്ന് രാത്രി തൊട്ടാണ് നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ
സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊട്ടന്മാർ റൂട്ട് ഈ വീഡിയോ ജസ്റ്റ് കണ്ട് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു പോകരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഗൂഗിളിൽ കയറുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറുക. ഗൂഗിൾ കീപ് നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മിക്കവാറും എല്ലാവരുടെയും ഫോണിൽ ഡിഫോൾട്ടായിട്ട് തന്നെ കാണും. അതിനകത്ത് നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നമ്പർ 1 എഴുതേണ്ട കാര്യം, ഇത് നിങ്ങൾ എഴുതിയേ പറ്റൂ, സ്ലീപ്പ്. നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, ഓ ബ്രോ ഞാൻ ഉറങ്ങുന്നത് 1 മണിക്കാ. നിങ്ങൾ 1 മണിക്ക് ഉറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കാര്യവും ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പിനുള്ളത്. ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ അത്രമാത്രം ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ ആയിരുന്നെങ്കിൽ, നിങ്ങളുടെ ബ്രെയിൻ അത്രമാത്രം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രെയിൻ ആയിരുന്നെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ പെയിനുള്ള, സാഡുള്ള, ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ലോൺലി ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമായിരുന്നു? ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഷട്ട് ദ ഫക്ക് അപ്പ് എന്ന് നിങ്ങളുടെ ബ്രെയിനോട് പറയാ. ഇത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ബ്രോ. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവും. ഐ ഗ്യാരണ്ടി ഇറ്റ്. നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? 10 മണിയാണെങ്കിൽ 10 മണിക്ക് എന്ന് നിങ്ങൾ സ്ലീപ്പ് എഴുതുക. നമ്പർ 1 നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ആണ് സ്ലീപ്പ് എന്ന് പറഞ്ഞത്. അടുത്ത നിങ്ങൾ എഴുതേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം, എത്ര മണിക്ക് നിങ്ങൾ എണ്ണിക്കും? ബ്രോ പേഴ്സണലി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനൊരു 6-7 ആ സമയത്തൊക്കെ എണ്ണിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ വേണ്ടി ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ എണ്ണിക്കാൻ സാധ്യതയുണ്ട്. സോ അപ്പൊ എന്റെ വേരി ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്ന് വെച്ചിട്ട് 10 മണിക്ക് എണ്ണിക്കാൻ ബ്രോ അതാണ് എനിക്ക് കംഫർട്ട് എന്നൊരു ഫാറ്റ് ഫക്കിന്റെ കൂട്ട് പറയരുത്. കാരണം നമ്മൾ മോർണിംഗ് റുട്ടീൻ ആണ് ചെയ്യുന്നത്. ആ വേർഡിനകത്ത് ഒന്നുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നാം, ഓ ബ്രോ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇതെനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് വലിയ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള, ഹൈപ്പർ ഡിസിപ്ലിൻഡ് ആയിട്ട്, ഹൈപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്നും ജിമ്മിൽ പോകുന്ന ഒരാളോടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ യങ്ങർ സെൽഫിനോടാണ്. ആ എക്സാമിന് തോറ്റ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടിരുന്ന അവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ മോർണിംഗ് റൊട്ടീൻ ഒരു ആഴ്ച നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്തിട്ടോ ഇത് കൊള്ളാം, ഇത് രസമുണ്ട്, ഇത് എനിക്ക് അത്രമാത്രം വലിയ പ്രോബ്ലം ഉണ്ടാക്കാനൊന്നും പോകുന്ന കാര്യമല്ല, എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇതിനകത്തൊരു രസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ല, ഇത് ഭയങ്കര ഈസിയാണ്, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രോ, എന്നാൽ നിങ്ങൾ അതിന്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ ആക്കിയിട്ടുണ്ട്. സ്ലീപ്പും എത്ര മണിക്ക് നിങ്ങൾ എണ്ണിക്കും ആ ഒരു ടൈമുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിലവന്മാരായിരിക്കും, ഓ ബ്രോ എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ടു ഡു ലിസ്റ്റിന്റെ ആപ്പ് ഉണ്ട്, എനിക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആപ്പ് ഉണ്ട്, എനിക്ക് ആ ആപ്പ് ഉണ്ട്, ഈ ആപ്പ് ഉണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് വെറും പ്രൊക്കാസിനേഷൻ ആണ്. നിങ്ങൾ ആ ആപ്പ് വെച്ചിട്ട് ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. കാരണം എല്ലാ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആപ്പും പണ്ടൊക്കെ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസൾട്ട് ആക്കി പറയൊന്നുമല്ല. എപ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും മിനിമലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എഫേർട്ട് ഈ കാര്യത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ഗോളിന്, നമ്മുടെ റിസൾട്ടിന് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 10 ആപ്പ് തന്നെ ഡൗൺലോഡ് ആക്കി, ഓ ബ്രോ ഈ ആപ്പാണ് നല്ലത്, ആ ആപ്പാണ് നല്ലത്, ഐ ഡോണ്ട് നോ, ഞാൻ അങ്ങനെ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഞാൻ ഈ ആപ്പ് മാത്രം യൂസ് ചെയ്യും, ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഹാബിറ്റ് ട്രാക്കറിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫഗ്ഡ് ആണ് ബ്രോ. ഈ സൊസൈറ്റി, ഈ ജനറേഷന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫഗ്ഡ് ആണ്. 24 മണിക്കൂറും 24/7 സ്ക്രോളിങ്. പുതിയ കണ്ടന്റ്, പുതിയ ഇൻഫോർമേഷൻ, നെഗറ്റീവ് ന്യൂസ് കണ്ടിന്യൂസിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങളുടെ മൈൻഡ് 1 മിനിറ്റ് പോലും അവിടെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഇതുപോലുള്ള റീൽസിന്, ഷോർട്സിന് നിങ്ങളുടെ മൈൻഡ് അടിമകളാണ്. തെറ്റി പറഞ്ഞല്ല, നിങ്ങളുടെ മൈൻഡ് അടിമകളാണ്. ഓ ഇല്ല ബ്രോ എൻ്റെ മൈൻഡ് അടിപൊളി ഒന്നുമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോ, 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. വൈ? ബിക്കോസ് യുവർ മൈൻഡ് ഈസ് അഡിക്റ്റഡ് ടു ദീസ് തിങ്സ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏൻഷ്യൻ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഇൻവെന്റ് ചെയ്തൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നമ്മൾ ജിമ്മിൽ പോകാൻ നമുക്ക് പറ്റും, നമ്മൾ എല്ലാ ഹാബിറ്റ് ട്രാക്കറും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും, എല്ലാ ഫുഡും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പം ഞാൻ നിങ്ങളോട് ഭയങ്കര ഈസി ആണല്ലോ, നിങ്ങൾ ചെയ്തിട്ടില്ല റിയൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബ്രോ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഹാർഡാണ്. അത് മനസ്സിലാക്കുക, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ അത് ചെയ്യുക. സോ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ രാവിലെ എണീക്കുന്നു, ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ള ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, എല്ലാം നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. അല്ല ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ നേരെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുന്നു, നേരെ ബാത്റൂമിൽ പോവുക ചെയ്യുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. അടുത്ത സെക്ഷനായിട്ട് വരുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബോഡിയെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന, നമ്മുടെ മൈൻഡിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന, നിങ്ങളുടെ സോഷ്യൽ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, നിങ്ങളെ ഹാപ്പി ആക്കുന്ന, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുന്ന, നിങ്ങളെ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ഇത്രമാത്രം എനർജി ഗീവൻ ചെയ്ത് സംസാരിക്കാൻ നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജിം എന്ന് പറയുന്നത്. അത്രമാത്രം ബ്യൂട്ടിയാണ് അതിനുള്ളത്. ഈവൻ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പൈസ ഇല്ല എന്നൊക്കെയാണ് നിങ്ങളുടെ എക്സ്ക്യൂസ് എങ്കിൽ ഓക്കെ, ബട്ട് വർക്കൗട്ട് ചെയ്യുക, രാവിലെ തന്നെ അത് കംപ്ലീറ്റ് ആക്കുക. ഇതാണ് ബ്രോ ക്രാക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. ബ്രോ ഞാനൊരിക്കലും നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പൊട്ടത്തരം പറഞ്ഞില്ല. ഞാൻ എപ്പം നിങ്ങളോട് സംസാരിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ 2 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നതും അതുപോലെ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ട് വെക്കുക എന്നതും. നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, യു നീഡ് ടു ഹിറ്റ് ദ ജിം. നിങ്ങൾ ഹാപ്പി ആണെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകണം, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകണം, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകണം, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകണം. ബ്രോ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഇതുപോലുള്ള വോഗ് മൈൻഡഡ് ആയിട്ടുള്ള ഞാൻ ഫാറ്റായിട്ടുള്ള ഒരാളാണ്, ഞാൻ ഹാപ്പിയാണ്, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് വല്ല അറ്റാക്ക് വന്ന് അവൻ ചത്തു, ഫാറ്റായിട്ടുള്ള ഒരാളാന്ന് പറഞ്ഞിട്ട്. ബ്രോ നോ, ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീല് ഞാൻ കുറെ കമന്റ് ഇട്ടു, ചില കമന്റ് ഇട്ടു, ബ്രോ ബോഡി ഷെയ്മിങ് ചെയ്യില്ല, അത് തെറ്റോ, ബോഡി ഷെയ്മിങ് ചെയ്ത് എന്താണ് ബ്രോ ബോഡി ഷെയ്മിങ്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? എന്താണ് ബോഡി ഷെയ്മിങ്? ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത്ര ഹൈറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് ജനിച്ചപ്പോൾ തന്നെ നല്ല വണ്ണമായിട്ടുള്ള ഹോർമോൺ കാരണം വണ്ണമായിട്ടുള്ള ഒരാളാണ്, അയാളെ നമ്മൾ കുറ്റപ്പെടുത്തുക, ഓക്കെ എനിക്ക് മനസ്സിലായത് ബോഡി ഷെയ്മിങ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അയാൾക്ക് ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിന് സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടായിരുന്നു, ഷാനു എന്ന് പറഞ്ഞ അവന്. അപ്പം ഞങ്ങൾ ആരും അവനെ കളിയാക്കാൻ പോകത്തില്ല. എന്തുകൊണ്ട് പോകത്തില്ല? നമുക്കറിയാം ഓക്കെ അവനത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നറിയാം. പക്ഷേ അത് അറിഞ്ഞു വെച്ചിട്ടും അവനെ കളിയാക്കുകയാണെങ്കിൽ, നീ വണ്ണുള്ള ഒരാൾ, അല്ലെങ്കിൽ നീ ഇത്ര ഇതായുള്ള ഒരാളാന്ന് പറയുകയാണെങ്കിൽ, അത് ബോഡി ഷെയ്മിങ് ആണ്. റൈറ്റ്? ബട്ട് ഐ ഡോണ്ട് റിയലി കെയർ. നമ്മൾ ഈ സത്യത്തിൽ ഈ ഇമോഷണൽ ആയിട്ട് തിങ്ക് ചെയ്യരുത്. ആസ് എ മാൻ നമ്മൾ ഒരാൾ കളിയാക്കി, അവനാണെന്ന് നമുക്ക് എല്ലാം സിനിമ ചോദിക്കുന്നത്, അവനാണെന്ന് കോടതി അല്ലല്ലോ, ആ മൈൻഡ് സെറ്റിൽ എടുക്കണം. അല്ലാതെ അതടിച്ചിട്ട് വിഷമോ അതൊരിക്കലും പറയില്ല. കാരണം എന്താണ്? നമ്മൾ നല്ല ആഹാരം കഴിച്ചിട്ട് ഫാറ്റ് ആയിട്ട് അൺഹെൽത്തി ആയിട്ടിരിക്കുന്നു, കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്നില്ല, ഈവൻ ആഹാരം കഴിച്ചാൽ പോലും അതിനെ വർക്കൗട്ട് ചെയ്ത് ബേൺ ചെയ്ത് കളയുന്നില്ല. നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്നുണ്ട്. അന്നേരം പറയും, നീ എന്നെ അങ്ങനെ പറയരുത്, നീ എന്നെ അങ്ങനെ പറയരുത്, നീ എന്നെ ഇങ്ങനെ നോക്കരുത് എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണത്? അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച്, ഞാൻ അങ്ങനെ ഒരാളായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് നേരത്തെ ഫുഡ് കഴിച്ച് 76 കിലോയിൽ നിന്നൊരാളാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് 70 കിലോയിലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ലെഗാണ് ചെയ്തത്. എന്ത് ബ്യൂട്ടിയാണെന്നറിയാം? ഓരോ വർക്കൗട്ടും പെയിനാണ്, ഓരോ വർക്കൗട്ടും ഹാർഡാണ്, ഓരോ വർക്കൗട്ടും ഓരോ വർക്കൗട്ടും നമ്മളെ പുഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, ഒരു എനർജി കിട്ടും. അത് നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയണം. അതാണ് ബ്രോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡീപ്പ് സെക്ഷൻ. എന്താണ് ബ്രോ ഡീപ്പ് സെക്ഷൻ? ഡീപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫഗ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു. ആ മൈൻഡിനെ നമ്മൾ ഇത്രയും ഹാബിറ്റ്സ് ചെയ്തൊന്ന് കൺട്രോളിലാക്കി, ഇപ്പം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും, നിങ്ങളൊരു 6 മണിക്ക് 7 മണിക്കൊക്കെ എണ്ണിച്ച ഒരാളാണെങ്കിൽ, റൈറ്റ്, നിങ്ങൾ ഇതുവരയ്ക്കും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് അത് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ഇതുവരേക്കും ഇന്ന് ഗെയിം കാണാം, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാം എന്ന് പറഞ്ഞ് നിങ്ങൾ കയറിപ്പോയിട്ടുണ്ടോ? നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ആക്കിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡീപ്പ് സെക്ഷൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നീറ്റോ കീമോ അങ്ങനെയുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചാർട്ടൊക്കെ എഴുതാനാണ്, അങ്ങനെ ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്മാൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണം അതിനെക്കുറിച്ച് പഠിക്കണം, അതാണ് എനിക്ക് ഡീപ്പ് സെക്ഷൻ ചെയ്യേണ്ടത്, എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് ഒരു വട്ടം വന്നാൽ പിന്നെ വരുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ. ഇതിനെല്ലാം വേണ്ടിയാണ് ബ്രോ നമ്മൾ ഡീപ്പ് സെക്ഷൻ
എടുത്ത് ഉപയോഗിക്കുന്നത്. അതൊരു ആയുധമാണ്, ഒരു വെപ്പണാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് എണ്ണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരും. കണ്ടിന്യൂസ്ലി ഹാബിറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി എണ്ണിച്ച ഉടനെ തന്നെ ഡീപ് സെക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും ഫ്യൂച്ചറിൽ വരും. അതുകൊണ്ടാണ് ഈ ചിലവന്മാർ പൈസയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് മോർണിംഗ് റൂട്ടീൻ ഒന്നും കൊള്ളത്തില്ല അതല്ല. പക്ഷെ അതല്ല റിയാലിറ്റി. അവരാദ്യം തുടങ്ങിയപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തിയപ്പം അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ മണ്ടന്മാർ മോർണിംഗ് റൂട്ടീനെ പന്നലാന്ന് പറയും. കാരണം എന്താണ്? അവർക്ക് ഇത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ വന്നു. അപ്പോൾ അവരായിരിക്കും ഞാൻ നേരെ എണ്ണിച്ചിട്ട് ഡീപ് സെക്ഷൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നും. മനസ്സിലായി? അവർക്ക് ബുദ്ധിയില്ല. മനസ്സിലായി? സോ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യില്ല. നമ്മൾ എന്താണെങ്കിൽ നമ്മൾ 0 to 1 ആവാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ 0 to 1000 ആവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. സോ നിങ്ങൾ ഡീപ് സെക്ഷൻ ചെയ്യണം. 12 മണി വരെ ഡീപ് സെക്ഷൻ ചെയ്യണം. ഇപ്പം നിങ്ങൾ ചോദിക്കും, ബ്രോ ഇതൊക്കെ പറഞ്ഞു, ഹാബിറ്റ് ട്രാക്കറിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഫുഡ് കഴിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലോ. ബ്രോ എനിക്ക് വിശക്കും, എനിക്ക് ചായ കുടിക്കണം, എനിക്ക് ഒരുപാട് അപ്പം കഴിക്കണം, എനിക്ക് ഒരുപാട് ഇഡ്ഡലി കഴിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അത് കഴിച്ചോ, അത് കൺട്രോൾ ചെയ്ത് കഴിച്ചോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലായിരിക്കും 12 മണി വരെ. ഓക്കെ, പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കും, ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കഴിക്കത്തില്ല, ആൻഡ് ബ്ലാക്ക് കോഫി. ദാറ്റ് ഈസ് മൈ റൊട്ടീൻ. സോ ഈ വഴി മാത്രമേ എനിക്ക് ഹൈ പെർഫോമൻസ് എന്നിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഹൈ പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. കാരണം നമ്മൾ ഫുള്ള് കാർബ്സ് ആണ് കഴിക്കുന്നത്, നമ്മൾ ഷുഗർ ആണ് കഴിക്കുന്നത്, നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല, ഫോഗ് അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിക്കണം, ഓക്കെ, ഗുഡ് കാർബ്സ് കഴിച്ചോ, ഇഷ്ടംപോലെ കഴിച്ചോ കേട്ടോ. ബട്ട് ഞാൻ ഇതിനകത്ത് ഒരു മെഡിക്കൽ സർട്ടിഫൈ ചെയ്ത ഒരാളുമല്ല, ഞാൻ ബ്രോ സയൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് പറ്റിയ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, കാരണം ഞാൻ സർട്ടിഫൈ ചെയ്ത ഒരാളല്ല. ഓക്കെ, സർട്ടിഫൈ ചെയ്ത ഡോക്ടർ പറയുന്ന മോൻ പോയി കഴിച്ചിട്ട് ഇത്രയും വയറും ഒരു കുനിഞ്ഞൊരു വെയിറ്റ് പൊക്കാൻ പറ്റാത്ത രീതിയിൽ മോൻ നിന്നോ, ഓക്കെ, ഇങ്ങനെ ഗെയിം കുത്തിതാന്ന് കളിച്ച്, അല്ലെങ്കിൽ വല്ലവന്മാരും ഈ റാറ്റായിട്ടുള്ള എന്റർടൈൻമെന്റ് ചെയ്യുന്ന ലൈവ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ഇങ്ങനെയൊക്കെ ചിരിച്ച് പൊട്ടന്മാർ റൂട്ട് നിങ്ങളുടെ ടൈം വെറുതെ ഗ്രാബ് ചെയ്തുകൊണ്ട് പോകുന്നത്, നിങ്ങളുടെ ലൈഫിനെ ഇംപ്രൂവ് ആക്കാനുള്ള ടൈം ഗ്രാബ് ചെയ്യുന്നതുകൊണ്ട് പോകുന്ന കുറേ പേരുണ്ടല്ലോ, അവന്മാരെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുക. ഓക്കെ, ഞാനോ എൻ്റെ പിള്ളേരോ അത് ചെയ്യത്തില്ല. കാരണം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇവിടുന്ന് പറയുന്നില്ല നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങൾ പ്ലെയിൻ പൊങ്ങുന്നത് കാണുക എന്നുള്ള ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയത്തില്ല, ഇനി പറയാനും പോകുന്നില്ല. സോ യു നീഡ് ടു ഡു ദിസ്. ഇതാണ് ബ്രോ ഹാബിറ്റ് ട്രാക്കറിൻ്റെ ബ്യൂട്ടി. ഈ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ചെയ്യണം, ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, നിങ്ങളിപ്പോൾ പെയിനിലാണെങ്കിൽ, സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പെയിനിലാണെങ്കിൽ, റിയൽ പെയിൻ ബ്രോ, ഇതാണ് ബ്രോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം. ഈ ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കണം. ആൻഡ് ഐ ബിലീവ് ഇൻ യു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന്. യു വിൽ നെവർ വാക്ക് എലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. സോ ഗീവ് എ ലൈക്ക്. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എപ്പോഴും പറയുന്നതിനോട് ഡിസ്ക്ലൈമർ, പൊട്ട റാറ്റ് ഒരു ബുദ്ധിയില്ലാത്ത അവന് അയച്ചു കൊടുക്കരുത്. ഏറ്റവും നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്, എനിക്ക് അങ്ങനെ ഒരാളെയാണ് വേണ്ടത്, റൈറ്റ്? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബ്രോയ്ക്കും ബ്രോയുടെ ഫ്രണ്ടിനും അക്കൗണ്ടബിലിറ്റി ആയിട്ട് ഒരുമിച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ മൈൻഡ് സെറ്റുള്ള, ഈഗിൾ മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് വർക്ക് ടുഗദർ. ആ എനർജി ഞാൻ ഫുള്ളും എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയാണ്.